ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ തിരക്ക് കൂടിയൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉച്ചത്തെ പണികളൊക്കെ കിച്ചൺ പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം എനിക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കിച്ചൺ പണി എത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. പിന്നെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് കൊഞ്ചാണ്. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ മാങ്ങയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതെന്ന് വെച്ചാൽ പൊടിയൊന്നും വെക്കാത്തതും പിന്നെ വേറെയുള്ള കെമിക്കലൊന്നും ചേരാത്തതാണ് കേട്ടോ. കാരണം മരത്തിൽ നിന്ന് ഫ്രഷോടുകൂടി പറിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. അപ്പം പച്ച മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ പുളിക്കൂലേ, ഇത് ഇങ്ങനെ പുളി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതെന്ന് വെച്ചാൽ പുളിയൊന്നും ഉണ്ടാവില്ല, കുറച്ചധികം പഞ്ചസാര വേണ്ടി വരുമെന്നേ ഉള്ളൂ. കാരണം കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊഞ്ചെപ്പോഴും മേടിച്ചുകൊണ്ട് വരുമ്പോൾ വറുത്തരപ്പും അവിയലും പച്ചരപ്പൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നൊന്ന് പുരട്ടി വെക്കാമെന്ന്. പുരട്ടി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചേറി വേണം മക്കൾക്ക്. അപ്പോൾ അത് കാരണം ഈ ഒരു കൊഞ്ച് നമുക്കൊന്ന് തികയണമെങ്കിലും ഒഴിച്ചേറി അത്യാവശ്യമാണ്. അത് കാരണം ഞാൻ വെള്ളക്കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഒതുക്കിയതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിലാണ് പോകേണ്ടത്. നമ്മൾ സാധാരണക്കാർക്ക് ഒരു മാസത്തിൽ ഫസ്റ്റ് ഇടയ്ക്ക് വെച്ചോ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും EMI ലോണോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഓർണമെൻറ്റ്സിനൊക്കെ അടയ്ക്കാനുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആദ്യം പോയത് ബാങ്കിലോട്ടായിരുന്നേ. ബാങ്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇക്കാരെ രണ്ട് വണ്ടിയും ടെസ്റ്റ് പണിയാണ്, കാറും ഓട്ടോയും ടെസ്റ്റ് പണിയാണ്. സാധാരണ എല്ലാവരുടെ ജീവിതത്തിലും എന്താ പറയുക, വരുമാനങ്ങൾ വരുന്ന സമയമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ അടയ്ക്കുമ്പോൾ ചിലവ് കൂടുതലും വരുമാനം കുറയും എന്നുള്ള ഒരവസ്ഥയാണ് കേട്ടോ. കാരണം സ്കൂൾ ട്രിപ്പാണൊക്കെ എടുക്കുന്നത്. അത് കാരണം തന്നെയും സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ടെസ്റ്റ് പണിയും ഇൻഷുറൻസും ടാക്സും അതും ഇതൊക്കെ രണ്ട് വണ്ടിക്ക് റെഡിയാക്കി വെക്കേണ്ട എല്ലാ ചുമതലയും കൂടി ഉണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് വേറെയുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഫുള്ള് ഈ 2 മാസം ഇത് തുറക്കുന്ന സമയം വരെയും ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ പോയിട്ട് നേരെ തിരുവല്ലത്ത് പാല് വാങ്ങിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റിയിൽ എപ്പോഴും പാല് തീരുമ്പോൾ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. പിന്നെ സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിരുന്നു, അതൊക്കെ വാങ്ങിച്ചു, എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഓക്കെ, ബൈ.